Shalom Aleichem, dear friends. നോമ്പുകാല ധ്യാനത്തിന്റെ 8ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതിയിലുള്ള ഒരു നീതിമാനായ വിധികർത്താവ്, ഒരു ജഡ്ജി, ഒരാളെ തൂക്കുകൊലയ്ക്ക് വിധിക്കേണ്ടി വന്നു എന്ന് കരുതുക. പക്ഷെ വിധിച്ചപ്പോഴേ ഇദ്ദേഹത്തിന് അറിയാം ഒരു നിഷ്കളങ്കത ആ വിധിക്കപ്പെട്ടവനിലുണ്ട്. പക്ഷേ നിയമത്തിന്റെ കുരുക്കിലാണ് വിധിക്കേണ്ടി വന്നത്. അങ്ങനെ വിധി കഴിഞ്ഞിട്ട് ജഡ്ജി വീട്ടിൽ പോയി കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല. എങ്ങനെ എനിക്ക് ഈ വിധി തിരിച്ചെടുക്കാം, എങ്ങനെ അവനെ രക്ഷിക്കാം എന്ന ചിന്തയാണ്. അപ്പൊ ഈ ജഡ്ജി നീതിമാനായ ജഡ്ജി ആണെങ്കിലും അദ്ദേഹം കാരുണ്യവാനായ ഒരു ജഡ്ജിയും കൂടിയാണ്. ഈ കരുണ പ്രവർത്തിക്കുകയാണ് എങ്ങനെ രക്ഷിക്കാമെന്നോർത്ത്. ഇത് തന്നെയാണ് സത്യത്തില് മനുഷ്യനും പറുദീസയിൽ സംഭവിച്ചത്. നീതിമാനായ വിധികർത്താവായ ദൈവം അവർക്കൊരു വിധി പറഞ്ഞു, ദ ഡേ യു ഈറ്റ് യു ഷാൽ ഡൈ. ആ വിധി കഴിഞ്ഞതിന് ശേഷം ദൈവം പിന്നെ ഇരുന്ന് ആലോചിക്കുകയാണ്, എങ്ങനെ നമുക്ക് ഈ മനുഷ്യനെ രക്ഷിക്കാം. വിധി ഓൾറെഡി കഴിഞ്ഞു, എന്ത് വഴിയെന്ന്. എന്താണ് വഴി എന്ന് ഇസ്ലാമും യഹൂദ മതവും ഹിന്ദു മതവും എല്ലാ മതവും പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. സുപ്രീം കോടതി ജഡ്ജി ഒരാളെ കൊലക്ക് വിധിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ അപ്പൻ, അമ്മ ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ, ഒരാടിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി സുപ്രീം കോടതി കൊണ്ടു കൊടുത്തിട്ട് എന്റെ ഭർത്താവിന് പകരം ഇതിനെ തൂക്കിക്കൊന്ന് എന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ന്യായമോ അന്യായമോ? യഹൂദ പാരമ്പര്യത്തിലും ഇസ്ലാം പാരമ്പര്യത്തിലും ഒക്കെ ഇപ്പോഴും അവരവർ ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ, അവരവർക്ക് ദൈവം വിധിച്ച വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ മൃഗത്തെ ബലിയെറുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഹിന്ദു മതത്തിലേക്ക് പോയാലോ വേറൊന്നാണ്. അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ സഹിക്കണം, അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ പിറ്റത്തെ ജന്മത്തിൽ സഹിക്കണം. കർമ്മഫൽ, ഇതിന്റെ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് കർമ്മഫലം എന്ന്. രക്ഷപ്പെടാൻ വഴിയില്ല. ഇങ്ങനെ ഇരുന്ന് ദൈവം ആലോചിച്ചപ്പോൾ ദൈവത്തിന്റെ കരുണ പ്രവർത്തിച്ചിട്ടാണ് ദൈവത്തിന്റെ ആദിയിലുള്ള വചനം തന്നെ മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വരാൻ ഇടയായത്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 ഇങ്ങനെ പറയുന്നത്, ദൈവം ലോകത്തെ ഒരുപാട് സ്നേഹിച്ചു. എത്രത്തോളം? ഈ വിധിക്ക് കീഴിലുള്ള, തൂക്കുകൊലയ്ക്ക് കീഴിലുള്ള മനുഷ്യരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ അവൻ തന്റെ ഏകജാതനെ പകരം വിട്ട് മനുഷ്യനെ രക്ഷിച്ചു എന്ന് പറയാം. ഒന്നും കൂടെ പറഞ്ഞാൽ, സുപ്രീം കോടതിയിലുള്ള ജഡ്ജി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കള് പോത്തിനെയോ പശുവിനോ കൊണ്ടുകൊടുക്കുന്നതിന് പകരം അടുത്ത ജന്മത്തിൽ പിറ്റത്തെ ജന്മത്തിൽ സഹിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം കുടുംബത്തിലുള്ള ഒരാള് കയറി നിന്ന് പറയാണ്, ഞാനൊരു മനുഷ്യനാണ്, ഈ മനുഷ്യന് ജാമ്യമായി മാറാൻ എനിക്ക് പറ്റും, ഇവനെ പകരം വിട്ട് എന്നെ വേണമെങ്കിൽ തൂക്കിക്കൊല്ലാൻ പറയുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനെ വണങ്ങാറുണ്ട്, വിശുദ്ധനായ മാക്സിമിലിയൻ കൊൽബെ. അദ്ദേഹം ഇതാണ് ചെയ്തത്. നാസ തടങ്കലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി കുറെ പേരെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഭാര്യയും മക്കളെയും അപ്പനെയും അമ്മയും ഓർത്ത് കരയുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ഈ മാക്സിമിലിയൻ കൊൽബയുടെ ഹൃദയത്തിലുള്ള കരുണ പ്രവർത്തിച്ചു. അദ്ദേഹം ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവന് പകരക്കാരനായി മാറി. മറ്റേ പുള്ളി രക്ഷപ്പെട്ടു, ഇദ്ദേഹം മരിച്ചു എന്നാണ്. അപ്പൊ പലപ്പോഴും ഒരു മനുഷ്യനെ ജാമ്യത്തിൽ ഇറക്കാൻ മനുഷ്യൻ തന്നെ വേണം. ആൾജാമ്യം, മൃഗജാമ്യം ഉണ്ടോ, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ സഹിച്ചോളുക എന്നതുണ്ടോ എനിക്കറിയില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, മനുഷ്യന്റെ ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം തന്നെയാണ് അവന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് യോഹന്നാൻ 1:12 അത് വ്യക്തമായി നമ്മൾ പഠിക്കും. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡും കൂടെ കേൾക്കണം, ഇതിന്റെ മുമ്പുള്ള എപ്പിസോഡും കേൾക്കണം. കാരണം ഇത് 5 മിനിറ്റിൽ ഒതുക്കി വെക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് 1ാം എപ്പിസോഡ് മുതൽ നോമ്പ് തീരുന്നത് വരെ ഡെയിലി ഓരോ എപ്പിസോഡ് പോവുകയാണ്. ഇത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളെങ്കിൽ ബാക്കി കാണാൻ മറക്കരുത്. ഇത് മാത്രം കണ്ടിട്ട് ഈ ക്ലാസ്സിനെ വിധിക്കരുത്. ഇത് മുഴുവനും കണ്ടതിന് ശേഷം ചോദ്യോത്തരത്തിനുള്ള അവസരവും കൂടെ ഉണ്ടാകുന്നതാണ്. സർവശക്തനായ ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, സമാധാനം ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Love of the beautiful.